Greetings from Kindergarten at Bethesda, in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഇന്ന് ഐക്യ ഞായർ ആയി നാം കണക്കാക്കുന്നു. യൂണിറ്റി സൺഡേ. ദൈവരാജ്യത്തിന് അവകാശികളായിരിക്കുന്നവർ, അവർ ഏത് ദേശക്കാരായിരുന്നാലും ഭാഷക്കാരായിരുന്നാലും ഏത് ഡിനോമിനേഷനിൽപ്പെട്ടവരായിരുന്നാലും ദൈവവുമായി എങ്ങനെ ഐക്യത്തിലായിരിക്കണം, അതുപോലെ ആ ഐക്യത എങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെടണം, ഇതാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. വിശുദ്ധ ബൈബിളിൽ ഈ ഐക്യതയെ ഒരു മുന്തിരിവള്ളിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മുന്തിരിവള്ളിയിൽ അതിൻ്റെ കൊമ്പുകൾ അഥവാ ചില്ലകൾ എങ്ങനെയാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ചേർക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ ആയിരിക്കണം ദൈവരാജ്യത്തിന് അവകാശികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കേണ്ടത്, ചേർക്കപ്പെട്ടിരിക്കേണ്ടത്. പ്രാരംഭമായി 133 സങ്കീർത്തനം നമുക്ക് പഠിക്കാം. ഇതൊരു ആരോഹണ സങ്കീർത്തനമാണ്, എ സോങ് ഓഫ് അസെന്റ്. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങളെ ആരോഹണ സങ്കീർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം യെരുശലേം ദേവാലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഉത്സവങ്ങളിലും മറ്റും കടന്നുപോയിരുന്ന വിവിധ ദേശക്കാരായ ഭാഷക്കാരായ ആളുകൾ ഈ സങ്കീർത്തനങ്ങളാണ് ആലപിച്ചിരുന്നത്. ദേശീയവും ആത്മീയവുമായ ഐക്യമാണ് ഈ സങ്കീർത്തനങ്ങളിൽ നിഴലിച്ച് കാണുന്നത്. ധാരാളം ആളുകൾ പല ദേശങ്ങളിൽ നിന്നും പല ഭാഷകൾ സംസാരിക്കുന്നവർ ഒത്തൊരുമയോടെ ഈ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഐക്യതയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വർഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നമുക്ക് വായിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹ്റോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയാകുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് ആദ്യമേ തന്നെ പറയുകയാണ്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. കമ്മ്യൂണൽ ഹാർമണി. ദൈവസന്നിധിയിൽ ഐക്യത്തോടെ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കുന്നത്. ഇവിടെ പറയുന്നു, how good and pleasant it is when brothers live together in unity. It is like precious oil poured on the head, running down on the beard, running down on Aaron's beard, down upon the collar of his robes. ആരായിരുന്നു ഈ അഹ്റോൻ? അഹ്റോൻ പുരോഹിതനായിരുന്നു. മോശയോടൊപ്പം ഇസ്രായേൽ ജനത്തെ നയിച്ചവനായിരുന്നു. അവർക്ക് പുരോഹിതനായി അഭിഷിക്തനായവനായിരുന്നു. അഹ്റോനെ പുരോഹിതനായി അഭിഷേകം ചെയ്തപ്പോൾ അവൻ്റെ തലയിൽ അഭിഷേകതൈലം ഒഴിച്ചിരുന്നു. വളരെ സമൃദ്ധമായി ഒഴിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് തലയിൽ നിന്ന് ഒഴുകി താടിയിലേക്കും താടിയിൽ നിന്നൊഴുകി വസ്ത്രത്തിലേക്കും പോയത്. ഇത് കാണിക്കുന്നത് സഹോദരന്മാർ ഒത്തൊരുമയോടെ ആയിരിക്കുമ്പോൾ
ഇതുപോലെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാണ് ദൈവത്തിൽ നിന്ന് അവരുടെ മേൽ ചൊരിയപ്പെടുന്നത് എന്ന് കാണിക്കുവാനാണ്. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നു, വേഴ്സ് 3, അത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയുമാകുന്നു. 2 പർവ്വതങ്ങളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഏറ്റവും തെക്കും ഏറ്റവും വടക്കുമുള്ള 2 പർവ്വതങ്ങൾ. ആ 2 പർവ്വതങ്ങളുടെയും കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റൊരു പർവ്വതത്തിലേക്ക് മഞ്ഞ് വീഴുന്നു. അത് താരതമ്യം ചെയ്തിരിക്കുകയാണ്. തെക്കും വടക്കും, എക്സ്ട്രീം സൗത്തും നോർത്തുമുള്ള 2 പർവ്വതങ്ങൾ എങ്ങനെയാണോ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്, അത് യൂണിറ്റിയെയാണ് കാണിക്കുന്നത്. വിവിധങ്ങളായ ആൾക്കാർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല ഡിനോമിനേഷനിൽപ്പെട്ടവർ, അവർ ദൈവാരാധനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഐക്യതയെ കാണിക്കുവാനാണ് ഈ 2 പർവ്വതങ്ങളെ പറ്റിയും സംസാരിച്ചിരിക്കുന്നത്. സിയോൻ പർവ്വതം എന്നത് ഒരു ഡ്രൈ മൗണ്ടനാണ്, ഊഷരമാണ്. അതിന്മേൽ ഹെർമോൻ മലയിലെ മഞ്ഞ് പെയ്യുന്നു. ഹെർമോൻ മല ഇന്നത്തെ സിറിയയുടെയും ലെബാനോൻ്റെയും അതിർത്തിയിലുള്ള പർവ്വത പ്രദേശങ്ങളാണ്. ആ പർവ്വതം മഞ്ഞു മൂടിയ പർവ്വതമാണ്, സ്നോ ക്യാപ്ഡ് മൗണ്ടൻ. അവിടെ സമൃദ്ധിയാണുള്ളത്. അവിടുത്തെ മഞ്ഞും അതുപോലെ ആ നന്മയും ഈ സിയോൻ പർവ്വതത്തിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു യോജിപ്പുണ്ടായാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതായത് സഹോദരന്മാരുടെ യോജിപ്പിൽ ഇങ്ങനെ ഒരിടത്തെ അനുഗ്രഹം മറ്റൊരിടത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ പല ദേശത്തായിരിക്കുന്ന അല്ലെങ്കിൽ പല ഡിനോമിനേഷനിൽപ്പെട്ടവരായിരിക്കുന്ന പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് ഒരുമയോടെ ഐക്യതയോടെ സ്നേഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. അതിനാണ് ഈ സാദൃശ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It is as if the dew of Hermon were falling on Mount Zion, for there the Lord bestows His blessing, even life forevermore. ദൈവത്തിൽ നിന്ന് ജീവൻ സമർത്ഥമായി, ദൈവത്തിൽ നിന്ന് കൃപ സമർത്ഥമായി നമ്മിൽ പകരണമെങ്കിൽ നാം ഐക്യതയുള്ളവർ ആയിരിക്കണം. അടുത്തതായി പഴയ നിയമത്തിൽ നിന്നും ഒരു പ്രവചന ഭാഗം നമുക്ക് പഠിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് എസീക്കിയേൽ ചാപ്റ്റർ 37 verses 15 to 23. ഇവിടെ പ്രവാചകൻ പറയുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതുക. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിൻ്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കേക്കും എന്ന് എഴുതുക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക, അവ നിന്റെ കയ്യിൽ ഒന്നായിത്തീരും. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു വലിയ ഐക്യത്തെ പറ്റിയാണ്, യൂണിറ്റിയെ പറ്റിയാണ് പ്രവാചകനിൽ കൂടെ യഹോവയായ ദൈവം സംസാരിച്ചിരിക്കുന്നത്. ആ ഐക്യം മറ്റാരുടേതുമല്ല, ഇസ്രായേലിലെ വിഭജിക്കപ്പെട്ടു പോയ 12 ഗോത്രങ്ങളുടെ ഐക്യമാണ്. നമുക്കറിയാം, ഇസ്രായേൽ 12 ഗോത്രങ്ങളായിരുന്നു. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗൽ.
രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ്. മൂന്നാമത്തെ രാജാവായിരുന്നു ശലോമോൻ. ശലോമോൻ്റെ കാലശേഷം ആ രാജ്യം, ആ യുണൈറ്റഡ് മൊണാർക്കി 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. വടക്കേ ദേശമായ ഇസ്രായേൽ, അതുപോലെ തെക്കേ ദേശമായ ജൂദ. നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ ആൻഡ് സദേൺ കിങ്ഡം ഓഫ് ജൂഡ. ഈ പ്രവാചകൻ അവരുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കോലിന്മേൽ അവരുടെ പേര് എഴുതി വയ്ക്കുന്ന കാര്യം. നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതുക. അതായത് സദേൺ കിങ്ഡം ഓഫ് ജൂഡയുടെ കാര്യമാണ്. അതുപോലെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിൻ്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കേക്കും എന്ന് എഴുതുക. അതായത് നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ. നമുക്ക് തുടർന്ന് വായിക്കാം. വേഴ്സ് 18. ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കുകയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എഫ്രൈമിൻ്റെ കയ്യിലുള്ള യോസഫിൻ കോലിനെ, അതായത് നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേലിനെ എടുത്ത് അവരെ യഹൂദയുടെ കോലിനോട് ചേർത്ത്, അതായത് സദേൺ കിങ്ഡം ഓഫ് ജൂഡായോട് ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുക നിൻ്റെ കയ്യിലിരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. ഇതൊരു പ്രവചനമാണ്. ഇസ്രായേൽ മക്കൾ ചിതറിപ്പോയിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും 4 പുറത്തു നിന്നും അവരെ കൂട്ടിക്കൊണ്ടുവരും. ഇസ്രായേലിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും. അവരെ ഒരു ജാതിയാക്കും. ഒരു രാജാവ് അവരെ ഭരിക്കും. ഈ പ്രവചനം നിവൃത്തിയാകുവാൻ പോകുന്നതേ ഉള്ളൂ സഹോദരങ്ങളെ. അവർ ഇനി 2 ജാതി ആയിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്ത അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. ഇവിടെ ദാവീദിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ആ മശിഹായെ പറ്റിയുള്ള ഒരു റെഫറൻസാണ്. അവർക്കെല്ലാവർക്കും ഒരേ ഇടയൻ ഉണ്ടാകും. അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഈ നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ 10 ഗോത്രങ്ങളായിരുന്നു. അവരെയാണ് ദ ലോസ്റ്റ് 10 ട്രൈബ്സ് എന്ന് പറയുന്നത്. അവർ ഈ ഭൂമിയിലെ ഏതെല്ലാം രാജ്യങ്ങളിലാണെന്ന് നമുക്കറിയില്ല. അവിടെ നിന്നെല്ലാം അവരെ വിളിച്ചു വരുത്തും എന്നാണ് ഈ പ്രവചനത്തിലുള്ളത്. അങ്ങനെ യേശുക്രിസ്തു തന്നെ അവരുടെ രാജാവായിരിക്കും. ആ
സഹസ്രാബ്ദ വാഴ്ചയിൽ ആയിരിക്കും അവരെല്ലാം. അവർ ചിതറിക്കപ്പെട്ടു പോയ എല്ലാ ദേശങ്ങളിൽ നിന്നും 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് അവരെ ദൈവം കൊണ്ടുവരുന്നത്. വലിയൊരു ഐക്യമാണ് അവിടെ സംഭവിക്കുവാൻ പോകുന്നത്. കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. അവർ എവിടെ ചിതറപ്പെട്ടു പോയാലും ദൈവം അവരെ വിളിച്ചു വരുത്തും, കൂട്ടിവരുത്തും, അവരെ യോജിപ്പിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്നവർ ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെ യോജിപ്പിൽ ഐകമത്യത്തോടെ ആയിരിക്കണമെന്ന് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമുക്ക് നോക്കാം. 1 Corinthians chapter 12 verses 12 through 27. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാവുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവനും കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമണിയിക്കുന്നു. നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്ക് അധികം അഴകു വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. ഇത് പറയാനാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ശരീരത്തിൻ്റെയും അവയവങ്ങളുടെയും കാര്യം പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. നാം ഒരുവനെയും വില കുറഞ്ഞവനായോ മാനം കുറഞ്ഞവനായോ കണ്ട് അവനോട് പെരുമാറിക്കൂടാ. മാനം കുറഞ്ഞ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് നാം കൂടുതൽ മാനമണിയിക്കുന്നു, ബലമില്ലാത്തവയ്ക്ക് ബലം കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ സഹോദരന്മാരിൽ മാനം കുറഞ്ഞവർക്ക്, ബലം കുറഞ്ഞവർക്ക് നാം സഹായകമായി മാറണം. അപ്പോഴാണ് ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെ ഐക്യത്തിൽ യോജിപ്പിൽ കഴിയുവാൻ സാധിക്കുക. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ അതാണ് നമ്മോട് പറയുന്നത്. ഈ ഐക്യ ഞായർ ദിവസത്തിൽ, ഈ യൂണിറ്റി സൺഡേയിൽ നാം പഠിക്കേണ്ടത് അതാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരേ ആത്മാവിൽ ഒരേ വിശ്വാസത്തിൽ ഒരുമയോടെ ദൈവഗൃഹത്തിൽ താമസിക്കുന്നത് എത്രയോ നല്ലതാണ്. നമുക്കവിടെ ഒരേ സ്വരത്തിൽ ദൈവത്തിന് പാടാം, ഒരേ ഹൃദയത്തോടെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കാം. അപ്പോൾ
നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വന്നിരിക്കുന്നു, തൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്നുവെന്ന് ലോകമറിയും. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും കരയുന്നവരോടുകൂടെ കരയുവാനും നാം തയ്യാറാകുമ്പോൾ ബലഹീനർ അവിടെ ബലം കണ്ടെത്തുകയാണ്, പീഡിതർ കൃപ കണ്ടെത്തുകയാണ്. നമുക്ക് പാടാം, ഓ ഹൗ ഗുഡ് ഇറ്റ് ഈസ് where the family of God dwell together in spirit, in faith and in unity. Oh how good it is where the family of God dwell together in spirit, in faith and unity, where the bonds of peace, of acceptance and love are the fruits of His presence here among us. So with one voice we will sing to the Lord, and with one heart we will live out His word, till the whole world sees the Redeemer has come, for He dwells in the presence of His people. So with one voice we will sing to the Lord, and with one heart we will live out His word, till the whole world sees the Redeemer has come, for He dwells in the presence of His people. Oh how good it is on this journey we share, to rejoice with the happy and weep with those who mourn. For the weak find strength, the afflicted find grace, when we offer the blessing of belonging. So with one voice we will sing to the Lord, and with one heart we will live out His word, till the whole world sees the Redeemer has come, for He dwells in the presence of His people. Oh how good it is to embrace His command, to prefer one another, forgive as He forgives. When we leave us one, we all share in the love of the Son with the Father and the Spirit. So with one voice we will sing to the Lord, and with one heart we will live out His word, till the whole world sees the